കേരള പി എസ് സിയിൽ ഈ ഒരു വർഷം എന്ന് പറയുന്ന ഒരു ഡ്രൈ സീസൺ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് കുറവായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എന്താ സെൻട്രൽ ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതുകൂടാണ്ട് ഇപ്പൊ കേരള പി എസ് സിയിലാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇൻ എഞ്ചിനീയറിംഗ് കോളേജസ് അതൊക്കെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് വർക്ക്ഷോപ്പ് സൂപ്രണ്ടും കൂടി വരുന്ന രീതിയിലാണ് ന്യൂസ് വരുന്നത്. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിടെക് പ്ലസ് എം ടെക് ആയിരിക്കും എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ക്വാളിഫിക്കേഷൻ വരുന്നുണ്ടാവും. അതിന്റെ ഒരു വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, സെൻട്രൽ ഗവൺമെന്റ് സാധ്യതകൾ അല്ലെ സെൻട്രൽ ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇയർലി റിക്രൂട്ട്മെന്റ് ആയ SSC JE അതേപോലെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ RRB JE അതൊന്നും എന്ത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. UPSC സർവീസിലെ UPSCയിലെ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ അതൊക്കെ എന്താ ഇയർലി റിക്രൂട്ട്മെന്റിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്നും എന്ത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അതല്ലാതെയുള്ള എക്സാംസിന്റെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നമ്മൾ വീണ്ടും വരുന്നുണ്ടാവും. ഇതൊരു സീരീസ് ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പൊ നിങ്ങളുടെ റെസ്പോൺസ് നോക്കിയിട്ടായിരിക്കും നമുക്ക് ഇതിന്റെ കൂടുതൽ സീരീസ് കാര്യങ്ങളൊക്കെ വേണ്ടോ എന്നില്ല നമുക്ക് നിശ്ചയിക്കാം. അപ്പോൾ എനിവേ നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിൽ ഏറ്റവും അതുള്ള DFCCL ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് 2025 റിക്രൂട്ട്മെന്റ് ആണ്. ഇത് ഓൾറെഡി വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. 642 വേക്കൻസി ആണുള്ളത്. ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും എന്ത് അപ്ലൈ വേണ്ടി പറ്റും അല്ലെ. എക്സിക്യൂട്ടീവ് ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചേക്കുന്നത്. 2025 ജനുവരി 18 തൊട്ട് എന്ത് ചെയ്യാം, 16 ഫെബ്രുവരി വരെ നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി പറ്റും. CBT 1 ടെന്റേറ്റീവ് ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓഗസ്റ്റിലാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക CBT 1. സോറി, ഇതിൽ എന്തൊരു ചേഞ്ച് ഉണ്ട്, ഞാൻ ആഡ് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഓഗസ്റ്റിൽ CBT 2 ഏപ്രിലാണ് തോന്നുന്നു. ഏപ്രിൽ CBT 1 എന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. അതിന് എഡിറ്റ് ചെയ്തതിൽ ഇതൊരു മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ. ഇതൊക്കെ 18 തീയതി ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും, 16 തീയതിയാണ് എൻഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. പിന്നെ പെറ്റില്ല, എക്സിക്യൂട്ടീവ് ഡേയ്സിൽ എന്താ പെറ്റില്ല, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇല്ല. ഓക്കെ, ബാക്കി MTSന് മാത്രമാണ് ഉള്ളത്. അപ്പോൾ എക്സാം ഡേറ്റ് വരെ വന്നിട്ടുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്, നല്ലൊരു വേക്കൻസിയും ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ട്രെയിനി ഇലക്ട്രിക്കലിന്റെ ടോട്ടൽ വേക്കൻസീസ് വന്നിട്ടുള്ളത് 64 വേക്കൻസിയാണ് ഇലക്ട്രിക്കലിന്റെ കേസിൽ വന്നിട്ടുള്ളത്. അതേപോലെ സിഗ്നൽസ് ടെലികമ്മ്യൂണിക്കേഷനും നിങ്ങൾക്ക് എന്ത് അപ്ലൈ വേണ്ടി വരുന്നുണ്ടോ. ബാക്കി സിവിൽ ആണെങ്കിൽ 36 ആണുള്ളത്. ഓക്കെ. ഇനി അടുത്ത് ONGCയുടെ കേസിൽ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കലിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ 108 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. 24 തീയതി വരെ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, 24 ജനുവരി നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. BTech അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 26 വയസ്സാണ്. സെലക്ഷൻ പ്രോസസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഇന്റർവ്യൂ ഉണ്ട്. അപ്പോ പേ സ്കെയിൽ പറഞ്ഞേക്കുന്നത് 12 lakh per annum CTC ആണ് വരുന്നുണ്ടാവും കേട്ടോ. ഓക്കെ. ONGC ഇന്ത്യ എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി നിങ്ങൾക്ക് എന്താ അവിടെ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. പിന്നെ നമ്മൾ RBI JE, ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ജൂനിയർ എഞ്ചിനീയർ റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം വേക്കൻസി കുറവായിരുന്നു, സിംഗിൾ ഡിജിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പറ്റാഞ്ഞത്. ലാസ്റ്റ് ഡേറ്റ് 20 തീയതിയാണ് വന്നിട്ടുള്ളത്. അതേപോലെ RBI അഡ്മിറ്റ് കാർഡ് 4th വീക്ക് ഓഫ് ജനുവരിയിൽ തന്നെ വരുന്നുണ്ടാവും. എക്സാം ഡേറ്റ് 8th ഫെബ്രുവരി 2025. പിന്നെ HPCLന്റെ ജൂനിയർ എക്സിക്യൂട്ടീവ് എന്നുള്ള പോസ്റ്റിലേക്കാണ് 234 വേക്കൻസിയാണ് ഉള്ളത്. 15 തീയതി തൊട്ട് 14 തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓൾ ഓവർ ഇന്ത്യയാണ് പോസ്റ്റിംഗ് വരുന്നുണ്ടാവുക. 30,000 തൊട്ട് 1,20,000 വരെയാണ് ഇന്ത്യ സാലറി വന്നിട്ടുള്ളത്. ഓക്കെ, ഓൾറെഡി പറഞ്ഞ എക്സാം ഡേറ്റ് അവിടെ അനൗൺസ് ചെയ്തിട്ടില്ല. പിന്നെയുള്ളത് എയിംസ് ആണ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ടല്ലോ. അവിടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കും ജൂനിയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 7/1 തൊട്ട് നിങ്ങൾക്ക് 31/1/2025 വരെ നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. ഡേറ്റ് ഓഫ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് 11 ഫെബ്രുവരി 11 നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കറക്ഷൻസ് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇഷ്യൂ ഓഫ് അഡ്മിറ്റ് കാർഡ് പറഞ്ഞിട്ടില്ല, പക്ഷെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ഫെബ്രുവരി 26-നാണ് എക്സാം ഡേറ്റ് ഉണ്ടാവുക. 26, 27, 28 കുറെ പോസ്റ്റുകൾ ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു ഇതിൽ വന്നേക്കുന്നത്. 26, 27, 28 ഏതൊക്കെ പോസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ, ജൂനിയർ എഞ്ചിനീയർ സിവിൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്നുള്ള പോസ്റ്റിലേക്കാണ്. അതേപോലെ ഇലക്ട്രീഷ്യൻ വയർമാൻ 25 വേക്കൻസി, 19 വേക്കൻസി.
22 വേക്കൻസി എന്നുള്ള രീതിയിലാണ് ഉള്ളത്. പക്ഷെ ഇതിന്റെ ഫീ വന്നിട്ടുള്ളത് 3000 രൂപയോ മറ്റാണ് ഫീ വന്നിട്ടുള്ളത് കേട്ടോ. 3000 രൂപയായിട്ടാണ് ഇതിന്റെ ഒരു ഫീ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽ എയിംസിന്റെ നോട്ടിഫിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഡീറ്റെയിൽ ആയിട്ട് അത് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ. അത് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എന്താ അപ്ലൈ ചെയ്യാം. ഓക്കെ. പിന്നുള്ളത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്, ബെല്ലാണ്. 350 വേക്കൻസി ആണുള്ളത്. പ്രൊബേഷണറി എഞ്ചിനീയർ ഇനി E2 ഗ്രേഡ്. 10-ാം തീയതി തൊട്ട് 31-ാം തീയതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഇന്റർവ്യൂ ഉണ്ട്. അപ്പോ ബെല്ല് ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ആണ് ഉള്ളത് കേട്ടോ. 200, 150. പിന്നെ കോൾ ഇന്ത്യ മാനേജ്മെന്റ് ട്രെയിനിയുടെ റിക്രൂട്ട്മെന്റ് 2025. 15-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് എന്താ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണെന്നുണ്ടോ. 14-ാം തീയതി വരെ എന്താ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ. കോൾ ഇന്ത്യയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. എക്സാം ഡേറ്റ് എന്താ അവരവിടെ അനൗൺസ് ചെയ്തിട്ടില്ല. ഓക്കെ. അതിലിപ്പം നിങ്ങൾക്ക് മെറ്റീരിയൽസ് മാനേജ്മെന്റ് വരുന്ന ഒരു പോസ്റ്റിലേക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഓക്കെ. മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ ബിടെക് പ്ലസ് MBA വേണ്ടി വരും. അതായിരിക്കും ക്വാളിഫിക്കേഷൻ. ബിടെക് ഇൻ ഇലക്ട്രിക്കൽ പ്ലസ് MBA, എന്നാൽ ബിടെക് ഇൻ സിവിൽ ഓർ മെക്കാനിക്കൽ പ്ലസ് MBA എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ടോട്ടൽ 43 വേക്കൻസിയാണ് അവിടെ ഉള്ളത് കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങൾ ബിടെക് കൂടാണ് നിങ്ങൾക്ക് അവിടെ MBA കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ, ബിടെക് ഇലക്ട്രിക്കലൂടാണ് MBA കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ. പിന്നെ ബെല്ല് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിൽ എഞ്ചിനീയറിംഗ് ട്രെയിൻ അല്ലെങ്കിൽ സൂപ്പർവൈസർ ട്രെയിനി ഡിപ്ലോമ ബിടെക് ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 400 വേക്കൻസി ആണുള്ളത്. ഫെബ്രുവരി 1-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് 28-ാം തീയതി നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ. എഞ്ചിനീയർ ട്രെയിനിങ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ ആണ്. സൂപ്പർവൈസർ ട്രെയിനി എന്താ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പ്ലസ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ സ്ക്രൂട്ടണി ആണ്. ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നോട്ടിഫിക്കേഷൻ 23 ഫെബ്രുവരി ആണ്. 1-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. 28 ഫെബ്രുവരി നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം. എക്സാം ഡേറ്റ് വന്നുള്ളത് 11, 12, 13 എന്നുള്ള രീതിയിലാണ് ടെന്റേറ്റീവ് എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങളുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. വേക്കൻസീസ് മെക്കാനിക്കൽ ടോട്ടൽ 70 വേക്കൻസിയാണ്. എഞ്ചിനീയറിംഗ് ട്രെയിനിങ് ഇലക്ട്രിക്കൽ 25, സിവിൽ 25, ഇലക്ട്രോണിക്സ് 20, കെമിക്കൽ 5, മെറ്റലർജി 5, ടോട്ടൽ 150 വേക്കൻസിയാണ് എഞ്ചിനീയർ ട്രെയിനി ഉള്ളത്. സൂപ്പർവൈസർ ട്രെയിനി ആണെന്നുണ്ടെങ്കിൽ 140 മെക്കാനിക്കൽ, 55 ഇലക്ട്രിക്കൽ, 35 സിവില്, 20 ഇലക്ട്രോണിക്സ്, ടോട്ടൽ 250 വേക്കൻസിയാണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ മെയിനായിട്ട് ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് ഈ ഒരു കാലയളവിൽ തന്നെ വന്നിട്ടുള്ളത്. അതായത് ജനുവരിയിലായിട്ടുള്ളൂ. അപ്പൊ ഇനിയും കൂടുതൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇറക്കാനുണ്ടാവും. അപ്പോ ജസ്റ്റ് ഒരു എന്താ പറയണ്ടേ, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ പലതിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പലരിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരിലേക്കും അത് എത്തുന്നുണ്ടാവും. അപ്പൊ ഇത് കൂടാണ്ട് ഇനിയും വരുന്ന മാസങ്ങളിൽ എന്താ കുറച്ചധികം സെൻട്രൽ ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാവും എന്തായാലും. അതുകൂടാണ്ട് കേരള പേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോ നമുക്ക് എന്നാല് ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ. താങ്ക് യു.